കേരളീയരുടെ മുഖ്യ ആഹാരം അരിയാണ്. എന്നാൽ ഇന്ന് അരിക്ക് വേണ്ടി നാം ആശ്രയിക്കുന്നത് അന്യസംസ്ഥാനത്തെയും. അന്യസംസ്ഥാന തീവണ്ടികൾ ചലനം നിലച്ചാലോ കേരളം പട്ടിണിയിൽ തന്നെ. നെൽകൃഷിക്ക് വേണ്ടി സർക്കാർ ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകുമ്പോഴും നെൽകൃഷിയിൽ നിന്നും കർഷകർ അകലുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷി നഷ്ടമാണെന്ന് പറയുന്ന കർഷകരോട് കേരളത്തിലെ വയനാട് ജില്ലയിലെ പനമരം ഗ്രാമപഞ്ചായത്തിൽ തോരണത്തിൽ വർക്കി പറയും ഇരട്ടി ലാഭമാണെന്ന്. വർക്കിച്ചേട്ടൻ 16 വർഷമായി വർക്കിച്ചേട്ടൻ നെൽകൃഷി ചെയ്യുന്നു. ഒപ്പം മീനും. തത്തിക്കളിക്കുന്ന മീൻകുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇദ്ദേഹം നെൽകൃഷി ചെയ്യാൻ കർഷകരോട് ആവശ്യപ്പെടുകയാണ്. നമസ്കാരം, കൃഷി ദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചെറുപ്പം മുതലേ എനിക്ക് നെൽകൃഷി വലിയ ഇഷ്ടമുള്ളൊരു കൃഷിയായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ കാരണന്മാർക്ക് മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ മത്സ്യകൃഷിയും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മത്സ്യകൃഷി പരീക്ഷണാർത്ഥത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ ഈ പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ കർഷകർ മാറേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ ഇപ്പം ഈ കൂലി വർധനയും ഇതെല്ലാം ആകുമ്പോൾ കർഷകരും അല്പം ടെക്നിക്ക് ഉപയോഗിച്ച് വരുമാനം കൂട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഈ നെല്ലും മത്സ്യവും കൂടെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഒത്തിരി ലാഭമുണ്ട്. കാരണം മത്സ്യത്തെ കൊണ്ട് നമ്മൾ കണ്ടം പൂട്ടിക്കുന്നു, കള പറപ്പിക്കുന്നു, മരുന്നടിക്കാതെ നമുക്ക് വിളവ് ചെയ്യാം. ഇതെല്ലാം മത്സ്യം ചെയ്തു തരുന്നുണ്ട്. ആ രീതിയിൽ ഒന്ന് കർഷകർ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ വയനാട് ജില്ലയിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ വയനാട് അനുഗ്രഹീത രാജ്യമാണ്. കാരണം വെച്ചാൽ 2-3 പുഴകൾ ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു നാടാണ്. അപ്പോൾ എനിക്ക് ചുരുങ്ങിയ ചിലവേ ഉള്ളൂ. ഇപ്പോൾ 2 ഏക്കർ വയലുള്ള ഒരാൾക്ക് ചുറ്റോടിയിട്ടും ബണ്ട് കെട്ടിയിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്താൽ ഇപ്പം മഴക്കാലത്ത് വരുന്ന വെള്ളം സ്റ്റോക്ക് ചെയ്താൽ തന്നെ 6 മാസം കിട്ടും. കൂടുതൽ കുറച്ച് അടിച്ചു കയറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നെല്ലും മത്സ്യവും സൂപ്പറായിട്ട് ചെയ്യാം. നല്ലൊരു വരുമാനമാണ്. നെല്ലിപ്പോൾ 1 കിൻറ്റൽ ഉണ്ടായാൽ കിട്ടുന്നത് പിന്നെ 1500 റുപ്യ. അതേ സ്ഥാനത്ത് 1 കിൻറ്റൽ മീൻ കിട്ടിയാൽ ഇപ്പോൾ പുൽപ്പള്ളി വിറ്റത് 200 റുപ്യ വെച്ചാൽ അപ്പം 1 കിൻറ്റലിൽ 20,000 റുപ്യയായി. അപ്പോൾ അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും കൃഷിക്കാരന്. ഈ നെല്ല് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഈ നെല്ലും മത്സ്യവും ചെയ്യുമ്പോൾ കർഷകന് വേറെ മെച്ചം എന്താണെന്ന് വെച്ചാൽ കണ്ടം പൂട്ടണ്ട, കളപറിക്കണ്ട, തൊഴിലാളികൾ വളരെ കുറച്ച് മതി. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ നെല്ലും മത്സ്യവും കൂടെ ചെയ്യുമ്പോൾ ഉണ്ട്. കൂടാതെ ഇതെല്ലാം കഴിയുമ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ ഉണ്ടാവും. അത് വീട്ടുകാർക്ക് അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ചില്ലറ പൈസ അവർക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ 1/2 ഏക്കർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 50,000 കുഞ്ഞുങ്ങൾ തന്നെയുണ്ട്. കുഞ്ഞുങ്ങൾ തന്നെ ഞാൻ 2 റുപ്യയ്ക്കാണ് കൊടുക്കുന്നത്. മത്സ്യം 1/2 ഏക്കറുണ്ട്. ഇത് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നെൽകൃഷിയും വിടണ്ട, മത്സ്യകൃഷിയും ചെയ്യേണ്ട കർഷകന് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിരാശയിൽപ്പെടാതെ ജീവിക്കാൻ കഴിയും നെൽകൃഷി കൊണ്ട് തന്നെ. ഞാൻ 16 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഇതിനിടെ ഞാൻ കുറേ കാലത്തേക്ക് രഹസ്യമായി ചെയ്തിരുന്നത്. കാരണം വെച്ചാൽ ഈ മത്സ്യം ആകുമ്പോൾ ആൾക്കാർ കണ്ട് പിടിച്ചുകൊണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ച് കുറേ കാലം ഞാനിത് ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. പിന്നെ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടത്തിൽ മീനുണ്ട്. ആ ഒരു കണ്ടത്തിൽ തന്നെ 2 കിൻറ്റൽ മേലെ മീനുണ്ട്. ഒരു മീനുള്ളതായിട്ട് ആരെങ്കിലും പറയുക. അതെന്ന് പറഞ്ഞാൽ അത്രയും രഹസ്യമായിട്ട് ഒളിച്ചു കിടക്കുന്ന മീനായതുകൊണ്ട് അതവിടെ കിടന്നോളാം. അതുകൊണ്ട് ഞാൻ ആരെയും ശ്രദ്ധപ്പെടുത്തിയില്ല. ഇപ്പം ഞാൻ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പരമാവധി കർഷകർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നെല്ല് നട്ടൊരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ വിടുക. നെല്ലിൽ ഒരു അരയടി വെള്ളം മതി. അരയടി വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ വിടുക. കുഞ്ഞുങ്ങളെ വിടുന്ന കൂട്ടത്തിൽ ഒരു 10 സെൻറ്റിന് ഒരു 10 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം എങ്കിലും വലുതും കൂടെ കൊടുക്കണം. വലുത് കൊടുക്കുമ്പോൾ ഇത് കലക്കി സുരക്ഷിതമായിട്ട് കിടക്കുമ്പോൾ ആ കലക്കലിനകത്ത് കുഞ്ഞുങ്ങൾ കിടന്നോളും. അതിനെ കാക്ക പിടിച്ചുകൊണ്ട് പോവുകയല്ല. കുഞ്ഞുങ്ങളെ തന്നെ കൊണ്ടിട്ടാൽ നീർക്കാക്ക 4 ദിവസം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ പിറക്കി പോകും. അത് അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് വലിയൊന്നും ഇടണ ഒന്നും വേണ്ട. ഈ വലിയ കൂട്ട് 4 എണ്ണം കിട്ടാച്ചാൽ മതി. അറിഞ്ഞിട്ട് അപ്പം തന്നെ അത് കലക്കി. ഇപ്പോൾ ആ മീൻ കിടക്കുന്ന കണ്ടത്തിലെ വെള്ളം നോക്കി കലങ്ങിയില്ല കിടക്കാൻ. അതിനകത്ത് കാക്ക വീണാൽ കുഞ്ഞുങ്ങളെ പിടിക്കാൻ കഴിയില്ല. കൂടുതൽ ഇടേണ്ടത് ചെമ്പല്ലിനെയാണ്. അതിന് ഗ്രാസ് കാർപ്പ് സൈപ്രൻസ്. ഗ്രാസ് കാർപ്പ് വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഗ്രാസ് കാർപ്പ് ഇടുക എന്ന് വെച്ചാൽ വലുതിടുകയും ചെയ്യരുത്. ചെറുതേ നെല്ലിടാവുള്ളൂ. വലുതിട്ടാൽ നെല്ല് തിന്നും. ചെറുതിടുകയാണെങ്കിൽ ഈ ഓലപ്പുഴു പകൽ സമയം വന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ തിന്നോളും. പിന്നെ കണ്ടത്തിലുള്ള കളകളൊക്കെ തിന്നോളും. അങ്ങനെ അത് മറ്റേതിൻ്റെ ഒപ്പം വളരുകയും ചെയ്യും. ഇപ്പം നെല്ലിനകത്ത് വെള്ളം നിർത്തുമ്പോൾ വരാൻ പോകുന്ന കേട് ഓലപ്പുഴുവാണ്. ഓലപ്പുഴുവിനെ ഈ ഗ്രാസ് കാർപ്പ്
തിന്നോളും. അത് പകൽ സമയത്ത് താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ആ സമയത്ത് ഗ്രാസ് കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ അതിനെ തിന്നോളും. അപ്പം ഇപ്പം എൻ്റെ നെല്ലിൽ ഓലപ്പുഴുണ്ടെന്ന് പാരമ്പര്യ നെല്ലുകൾ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ആ ഒടുവിൽ വരുമ്പോൾ വീണ് കൊയ്യുന്ന സമയത്തേക്ക് അത് നെല്ല് വീണ് പോകും. വീണ് പോയാൽ പിന്നെ അത് നമുക്ക് കൊയ്യാൻ കിട്ടിയാൽ ആ മീൻ തിന്നു പോവുള്ളൂ. അതേ സ്ഥാനത്ത് വീഴാത്ത നല്ലതായിരിക്കണം. അത് ഉമയോ പിന്നെ ഇപ്പോൾ ഞാനൊരു പുതിയ സൈസ് ഉണ്ട്, വേറെ ആതിര വീഴുന്നുണ്ട്. ഈ കണ്ടത്തിൽ വീണ് പോയായിരുന്നു. പിന്നെ ആതിര പിന്നെ അല്ല വീഴാത്ത നെല്ല് ഏതും ചെയ്യാം, നല്ല അളവായിരിക്കും. തന്നെയല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ, ഒരു അടി എങ്കിലും അകലത്തിൽ നട്ടിരിക്കണം. ഒരടി പിന്നെ അടുത്ത് പോയാലും നെല്ല് പൊട്ടച്ചു പോകും. ഈ മീൻ എപ്പോഴും ഇടയിളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പൊട്ടച്ചു പോകും. ഉയരം ഈ ഉമയ്ക്കെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ നിർത്തുമ്പോഴേക്കും സാധാരണ ഉയരമുള്ള നെല്ലിൻ്റെ ഉയരം വരും. നെല്ലിന് നല്ല ഉയരം വന്നോളൂ, കാരണം പിന്നെ ഉയരം കുറയൊന്നുമില്ല. പക്ഷെ അത് വീഴിയല്ല, ഇങ്ങനെ കുണ്ട കെട്ടി നിൽക്കുന്നതുകൊണ്ട് കൊയ്യുന്നവരെ അത് അങ്ങനെ നിന്നോളൂ. നമ്മൾ വളം എന്ന് വെച്ചാൽ നമ്മൾ നട്ട് കയ്യോടെ ആദ്യം നട്ട പാടെ തന്നെ ഈ മിക്ക വയലുകളിലും അടിക്കേടുണ്ടാവും, ഈ കുമിളി രോഗം ഉണ്ടാവും. അതിന് വാവസ്റ്റീൻ ഒന്ന് അടിക്കുന്നത് നല്ലതാണ്. കുമിളി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ നെല്ലിൻ്റെ വേര് ചെയ്യാതെ ഇനി കയറി പോരാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അന്നേരം ഒരു ലേശം രാസവളം കൊടുത്താൽ നല്ലത്. പെട്ടെന്ന് ഈ വെള്ളം നിർത്തേണ്ടതാണല്ലോ, അരയടി വെള്ളം നിർത്തണമല്ലോ. അപ്പോൾ പെട്ടെന്ന് കൂപ്പിങ് എടുത്ത് കഴിഞ്ഞെങ്കിൽ ആദ്യം ഒരു വളം എന്തെങ്കിലും കുറച്ച് ഇടുന്നതാണ്, പിന്നെ വളത്തിൻ്റെ ആവശ്യമില്ല. ഈ മീൻ്റെ കാഷ്ടം മണ്ണിൽ വീഴുമ്പോൾ ഇതും കുത്തി ഇളക്കി അതും കൂടെ കൂടി അത് വളപുഷ്ടിയാവുകയാണ്. ഈ നെല്ലും മീനും കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് കണ്ടം പൂട്ടുകയോ കള പറിക്കുകയോ മരുന്നടിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇത് മത്സ്യം തന്നെ ചെയ്തു തരും നമുക്ക്. എനിക്ക് 1/2 ഏക്കർ സ്ഥലമുണ്ട്. കൂടിയ 2 കൃഷിക്ക് കൂടി എനിക്കൊരു 10 ക്വിൻ്റൽ നെല്ലോളം കിട്ടാറുണ്ട്. ഏതാണ്ട് അത്രയും മീനും എനിക്ക് കിട്ടാറുണ്ട്, 10 ക്വിൻ്റലോളം മീൻ കിട്ടാറുണ്ട്. അതിലും വേറെ ഒരു 10-50,000 കുഞ്ഞുങ്ങളോളം എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ എങ്ങനെയായാലും പിന്നെ എനിക്ക് ഇത് കൃഷി വളരെ ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നെല്ലും മീനും കൃഷി ചെയ്യുമ്പോൾ നെല്ലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു കൂടിയങ്ങ് പോയാൽ 15,000 രൂപ വരെ കിട്ടും. അതേ സ്ഥാനത്ത് എനിക്ക് മത്സ്യകൃഷിയിൽ നിന്ന് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുണ്ട് ഈ 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന്. പിന്നെ ചിലവുകൾ വളരെ കുറവ്. ഈ രീതിയിൽ പിന്നെ കർഷകർ മുന്നോട്ട് വരണമെന്ന് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഒത്തിരി, ഈ വയനാട് ജില്ലയിൽ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ നെല്ലും മത്സ്യം ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട്. പിന്നെ അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാൻ സെലക്ട് ചെയ്തിട്ട് സൗകര്യങ്ങൾ ചെയ്തു തരാൻ എൻ്റെ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഞാൻ താല്പര്യമാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്നില്ലേ. പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കുടിവെള്ളമൊന്നും പറ്റിയില്ല. പാടത്തുള്ള വെള്ളം അവിടെ നിൽക്കില്ലേ. അത് നമ്മൾ മഴക്കാലത്ത് സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും അടിച്ചു കയറ്റുന്നത് അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള കിണറുകളിലെ വെള്ളം പോലും പറ്റില്ല. അപ്പോൾ കുടിവെള്ള ക്ഷാമം പോലും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിക്ക് ഇണങ്ങിയ ഒരു കൃഷിയാണിത്, നെല്ലും മത്സ്യവും കൃഷി. അതിന് ഞാൻ എല്ലാ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലേക്ക് പിന്നെ വേണ്ട എന്ത് സഹായം ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. സാധാരണയായിട്ട് നെൽകൃഷി ചെയ്യുമ്പോൾ വരമ്പുകൾക്ക് വണ്ണം കുറവായിരിക്കും. ഇന്നിപ്പം താങ്കൾ ചെയ്യുന്ന ഈ ഒരു കൃഷിയുടെ പ്രത്യേകത എന്താണ്? വരമ്പുകൾക്ക് വണ്ണം കുറവ് മതിയോ, അതോ എങ്ങനെയാണ് ആ വരമ്പിനെ ക്രമീകരിക്കേണ്ടത്? ഇപ്പം എൻ്റെത് ഞാൻ ചെറിയ തൊട്ടിയാക്കി കണക്കാക്കണ്ട. ഇപ്പോൾ 1 ഏക്കർ വയലുണ്ട്. ഇപ്പോൾ ഈ പാടത്തെ എൻ്റെതാണെന്നിരിക്കട്ടെ, ഒരൊറ്റ ബണ്ട് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടുള്ളൂ. അതൊരു വണ്ടി പോകുന്ന അത്ര ഒരു 5 മീറ്റർ വീതിയിലുള്ളൊരു ബണ്ട് മതി ഈ ഒരു പാടത്തിൽ. ഇവിടുന്ന് അങ്ങോട്ട് 3 ഏക്കർ കൊണ്ട് 3 ഏക്കറിന് ഇവിടുന്ന് അവിടം വരെ എത്തുന്ന ഒരു 10-20 മണിക്കൂർ സമയത്തെ ഇറ്റാച്ചിൻ്റെ പണിയേ ഉള്ളൂ. ഇത്രയും സ്ഥലത്ത് നെല്ലും മത്സ്യവും കൃഷി ചെയ്യാൻ. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഈ വെള്ളം ഇപ്പോൾ മോട്ടർ അടിച്ച വെള്ളം പിറ്റേ ദിവസം കണ്ടത്തിലുണ്ടായില്ല. ഇവിടെ ഒരു ബണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കായൽ പോലെ കിടക്കും. ഇവിടെ ആ വെള്ളമൊന്നും പുഴ പോവില്ല, ഇവിടെ കിടക്കും. അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ സർക്കാരും ഇതിനൊരു പിന്തുണ നൽകണം. കാരണം വെച്ചാൽ ഇപ്പോൾ കൃഷിക്കാരന് ഒരു നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിച്ച് പാടത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അന്നേരം പോലീസ് വേട്ടകളൊക്കെ വന്നിട്ട് അവരെ തടയുക, അവിടെ എടുക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ അവിടെ ആ കുളം ഞാൻ കഴിഞ്ഞ വേനക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആദ്യം പരിസ്ഥിതിക്കാർ വന്നു, പിന്നെ പോലീസ് വന്നു, ഇവരൊക്കെ വന്നു. പിന്നെ ഞാൻ അവർക്ക് ഈ മത്സ്യം വളർത്താനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് പോയി ഓർഡർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ബണ്ടുണ്ടായി എടുത്തു കൊടുത്തതാണ്. അത് അങ്ങനെ ചെയ്യാൻ കഴിയും. പിന്നെ വയൽ 1/2 ഏക്കർ കൂടുതലുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 10 ഏക്കർ വരെ ആണെങ്കിലും ഇപ്പം ഞാൻ മാതൃകാപരമായിട്ട് കൃഷി ചെയ്ത് കാണിച്ചു തരാൻ തയ്യാറുള്ള എനിക്കൊരു പാടം കിടപ്പുണ്ട്. 10 ഏക്കർ സ്ഥലമുണ്ട്.
ഒരു പണിയും ഇല്ല. അവിടെ ബണ്ടും കെട്ടണ്ട, ഒന്നും കെട്ടണ്ട. കൂടിയ 1 ലക്ഷം രൂപ ചിലവുള്ളൂ. നെല്ലും മത്സ്യവും സൂപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്നത് വെള്ളമണ്ട പഞ്ചായത്തിൽ ഒരു 10 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അത് സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുത്ത് നടത്തി നെല്ലും മത്സ്യ കൃഷി എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ തെളിയിച്ച് കാണിച്ചുതരാം, എടുത്ത് കാണിച്ചുതരാം. അത്രയും ഇന്ന് വരെ അത്രയും സ്ഥലത്തുനിന്ന് ₹1 ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ 10 ഏക്കർ സ്ഥലത്തുനിന്ന് ഒരു വട്ടക്കുഴിയാണ്. ആ സ്ഥലം സർക്കാർ ഉത്തരവാദിത്തത്തിൽ എന്നെ ഏൽപ്പിക്കട്ടെ. ഞാൻ ഒരൊറ്റ വർഷം കൊണ്ട് അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ ഞാൻ എടുത്തു തരാം. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അതിനകത്ത് ഉണ്ടാക്കി തരാം. ഇപ്പോൾ മത്സ്യകൃഷിയെക്കുറിച്ച് മാത്രം പറയാൻ ഇപ്പോൾ പല രീതിയിലും ഇപ്പം ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഇനി മറ്റൊരു മത്സ്യത്തെക്കുറിച്ച് പറഞ്ഞുതരാം. ഇനി നമുക്ക് ആസാം വാള എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയെ നന്നാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഡൗൺ ഏരിയയിലൊക്കെ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോ ഡൗണിൻ്റെയും ചുറ്റളവിലുള്ള വയൽ ഏതായാലും നെൽകൃഷി നടക്കില്ല. അവിടുത്തെ അഴുക്ക് വന്ന് നിറഞ്ഞിട്ട് പിന്നെ ബീവറേജിൻ്റെ അടുത്തുള്ളതും കുപ്പിച്ചില്ലും അതൊന്നും നിറഞ്ഞിട്ട് കൃഷി നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റു ഇതിലേക്ക് മാറ്റി വിടുക. ഏതാണ്ട് ഒരു 1-2 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ട് ഇതുപോലെ വാള വളർത്താനൊരു സൗകര്യമൊക്കെ ആ ടൗണിലെ എല്ലാ അഴുക്കുകളും വന്ന് അവിടെ നിറയും. അതിനകത്തേക്ക് ഇപ്പോൾ 2 ഏക്കർ ഉണ്ടെങ്കിൽ ഒരു 50,000 മേലെ വാളക്കുഞ്ഞുങ്ങളെ വിടാം. അത് ഏതാണ്ട് ഒരു 12 മാസം കഴിയുമ്പോഴേക്കും 3 കിലോ ആവും. ഇപ്പം 50,000 വാളയിട്ട 1.5 ലക്ഷം കിലോ ആയി 10 മാസം കഴിയുമ്പോൾ. അപ്പോൾ ആ വെള്ളം അവിടെ ശുദ്ധീകരിക്കുകയും ചെയ്യും, ആ പരിസ്ഥിതി ആ പ്രദേശം നന്നാകുകയും ചെയ്യും. അതിൽ നിന്ന് സർക്കാരിനായാലും ആ ജനത്തിനാണെങ്കിലും 1.5 ലക്ഷം കിലോ മീനെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് തന്നെയാണെങ്കിൽ എത്ര രൂപയ്ക്കായി? 1.5 ലക്ഷം കിലോ എന്ന് പറയുമ്പോൾ 100 രൂപ വെച്ച് കൂട്ടിയാലും 150 1.5 കോടി രൂപയ്ക്കായി. അത്രയും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നീർവാരത്ത് ഒരാൾ 30 സെൻറ്റിൽ 10,000 വാളയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 10 മാസമേ ആയുള്ളൂ. ഞാൻ മിനിങ്ങാന്ന് പോയി നോക്കുമ്പോഴേക്കും 3 കിലോ ആയിട്ടുണ്ട്. 10,000 വാള 30 സെൻറ്റിൽ ഒരു വർഷം കൊണ്ട് 3 കിലോ ആയാൽ എത്ര വരുമാനമായി? ഇതൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുക. അപ്പം പല രീതിയിലും ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ ചെയ്യാൻ പറ്റുന്നത് നെല്ല് മത്സ്യമാണ്. അത് മറ്റതും പരിസ്ഥിതിയിലെ അഴുക്കുകൾ കുറേ മാറിക്കിട്ടും. അങ്ങനെ പല രീതിയിലും കർഷകർ അല്പം ശ്രദ്ധിച്ചാൽ മതി. കർഷകരെ ഒന്ന് സർക്കാർ സപ്പോർട്ടും കൂടെ ചെയ്തു തന്നാൽ മതി. ഇതൊക്കെ ഈസി ആയിട്ട് എല്ലാ കർഷകരും ചെയ്യും. കാരണം വെച്ചാൽ സർക്കാർ എങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കാറേ ഇല്ല. എന്തെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഇത്രയും 16 കൊല്ലമായല്ലോ, എനിക്കൊരു അവാർഡ് തന്നിട്ടില്ല. കാര്യമല്ല, അവാർഡ് തന്നിട്ടുണ്ട്, പക്ഷേ ക്യാഷ് അവാർഡോ ഇങ്ങനെയുള്ളതൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫിഷറീസും അംഗീകാരം തന്നിട്ടുണ്ട്. സമുദ്രജല മത്സ്യങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. എന്നാൽ ശുദ്ധജല മത്സ്യകൃഷിയിലൂടെ ഇരട്ടി ലാഭമുണ്ടാക്കാമെന്നാണ് വയനാട് ജില്ലയിലെ പനമര ഗ്രാമപഞ്ചായത്തിൽ തോരണത്തിൽ വർക്കി പറയുന്നത്. നെൽകൃഷിയിലൂടെ ഇരട്ടി ലാഭം. നെല്ലും മീനും കൃഷി, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുകയും ഒപ്പം ജലസംരക്ഷണത്തിനുള്ള ഉത്തമ മാതൃകയായ കൃഷി. നെല്ലും മീനും കൃഷിയിലൂടെ കേരളത്തിലെ ഓരോ കർഷകർക്കും മാതൃകയാകുന്ന തോരണത്തിൽ വർക്കിക്ക്
കൃഷിദർശൻ പരിപാടിയുടെ ആശംസകളും. നമസ്കാരം. സ്വാഗതം. പ്രധാന വാർത്തകൾ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതി. പച്ചക്കറി കൃഷിക്ക് ബൃഹത് പദ്ധതി. വിത്ത് മുതൽ വിപണനം വരെ വികസനം ലക്ഷ്യമിട്ട് ദേശീയ ഔഷധസസ്യ മിഷൻ. വാർത്തകൾ വിശദമായി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപാദനവും മേന്മയും കയറ്റുമതിയും വർദ്ധിപ്പിക്കാൻ സ്പൈസസ് ബോർഡ് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. പ്രധാനമായും ഏലകൃഷി വികസന പ്രവർത്തനങ്ങളാണ് ബോർഡിന്റെ അധികാര പരിധിയിൽ വരുന്നത്. നിലവിലുള്ള ഏലത്തോട്ടങ്ങളുടെ പുനരുദ്ധാരണം, ജലസേചനം, ഉൽപാദനക്ഷമത കുറഞ്ഞ ഏലച്ചെടികൾ നീക്കം ചെയ്യൽ, ശാസ്ത്രീയമായ ഏലം ഉണക്കാനുള്ള യന്ത്രങ്ങൾ വാങ്ങാൻ സഹായം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സ്പൈസസ് ബോർഡ് നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: ചെയർമാൻ, സ്പൈസസ് ബോർഡ്, സുഗന്ധഭവൻ, ബൈപ്പാസ് റോഡ്, പാലാരിവട്ടം, കൊച്ചി. ഫോൺ നമ്പർ 0484 23 33 610. കുരുമുളക് കർഷകർക്ക് തിരുവനന്തപുരം ജില്ലാ കൃഷി വകുപ്പിന്റെ ഫാം ടെക്നോളജി അഡ്വൈസറി വിഭാഗം നൽകുന്ന നിർദ്ദേശങ്ങൾ. കുരുമുളക് കൊടി ഒന്നിന് 50 ഗ്രാം യൂറിയ, 125 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 125 ഗ്രാം പൊട്ടാഷ് എന്നിവ ചുവട്ടിൽ നിന്നും 50 മുതൽ 75 സെന്റിമീറ്റർ അകലത്തിലും 10 സെന്റിമീറ്റർ ആഴത്തിലുമുള്ള ചാലുകൾ എടുത്ത് വളം ഇട്ട ശേഷം മൂടേണ്ടതാണ്. കൂടാതെ കുരുമുളക് ചെടിയുടെ ദ്രുതവാട്ടം തടയാൻ 1 കിലോഗ്രാം ട്രൈക്കോഡർമ, 50 കിലോ ചാണകപ്പൊടി എന്നിവ കലർത്തി ചാക്ക് കൊണ്ട് മൂടിയിട്ട് പരുവപ്പെടുത്തിയ ശേഷം 200 ഗ്രാം വീതം ഒരു കൊടിക്ക് എന്ന കണക്കിൽ തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നാളികേര വികസന ബോർഡിന്റെയും ആര്യങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന തെങ്ങ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നല്ല ഇനം തെങ്ങൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ ആര്യങ്കോട് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2256 422. പച്ചക്കറി കൃഷി വികസനത്തിന് കൃഷിവകുപ്പ് 3413 ലക്ഷം രൂപയുടെ ബൃഹത് പദ്ധതി നടപ്പാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹനം, സ്ഥാപനങ്ങളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹനം, ജില്ലാതല ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് പച്ചക്കറി കൃഷി പ്രോത്സാഹനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കർഷകരെ സംഘടിപ്പിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ 19,710 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി പ്രാവർത്തികമാക്കും. നഗര ക്ലസ്റ്ററുകൾ വഴിയുള്ള പച്ചക്കറി കൃഷിയിൽ മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് 4 മുതൽ 6 ഇനം വരെയുള്ള പച്ചക്കറി തൈകൾ ഉൾപ്പെടെ 25 ഗ്രോ ബാഗുകൾ വീതം 75% സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 28,000 യൂണിറ്റിൽ ഒരു യൂണിറ്റിന് 25 ഗ്രോ ബാഗ് എന്ന നിരക്കിൽ ആകെ 7 ലക്ഷം ഗ്രോ ബാഗുകളാണ് വിതരണം ചെയ്യുക. സ്ഥാപനങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓരോ സ്ഥാപനത്തിനും അനുയോജ്യമായ പദ്ധതികൾ തയ്യാറാക്കി അനുമതി വാങ്ങേണ്ടതാണ്. ഇതിന് ഏറ്റവും കുറഞ്ഞ സ്ഥല വിസ്തൃതി 50 സെന്റാണ്. വിദ്യാലയ പച്ചക്കറി തോട്ടങ്ങൾക്ക് വിദ്യാലയങ്ങളിലെ നേച്ചർ ക്ലബ്, എക്കോ ക്ലബ്, ഗ്രീൻ കേഡറ്റ് കോർപ്സ് എന്നിവയ്ക്ക് 1000 രൂപ നിരക്കിൽ സഹായം നൽകും. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഹൈടെക് കൃഷി പദ്ധതിയിൽ നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ പോളി ഹൗസുകൾ സ്ഥാപിക്കാൻ 75% സബ്സിഡി നൽകും. കർഷക കൂട്ടായ്മകൾ, ക്ലസ്റ്ററുകൾ, സർക്കാരിതര സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർ ഈ മാസം 31 മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2330 857. ഫാക്സ് നമ്പറാണ്. മറ്റൊരു നമ്പർ 0471 2330 856. നാളികേര വികസന ബോർഡിന്റെയും കൃഷിവകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ തെങ്ങ് കൃഷി പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നേമം കൃഷിഭവനിൽ ടീൻഡുടി തെങ്ങൻ തൈകൾ വിതരണത്തിനെത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ദേശീയ ഔഷധസസ്യ മിഷൻ കേരളത്തിന് അനുയോജ്യമായ 25-ൽ പരം ഔഷധസസ്യങ്ങളുടെ വ്യാപനം, വിളവെടുപ്പ് അനന്തര പരിപാലനം, സംഭരണം, സംസ്കരണം, മൂല്യവർധന, ആധുനിക നഴ്സറികൾ, നടീൽ വസ്തു ഉൽപാദനം എന്നിവയ്ക്ക് സഹായം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, യൂണിവേഴ്സിറ്റി PO, തിരുവനന്തപുരം 34. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2330 856. മറ്റൊരു നമ്പർ 0471 2330 857. ഇമെയിൽ വിലാസം mdshmkerala@yahoo.co.in.
കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 18,400 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 17,600 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 6,850 രൂപ, കൊപ്ര ക്വിൻ്റലിന് 4,800 രൂപ, കുരുമുളക് 41,000 രൂപ, ജാതിക്ക തൊണ്ടോടു കൂടിയത് കിലോയ്ക്ക് 250 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 41,000 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 39,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 39,000 രൂപ, വയനാടൻ കുരുമുളക് 39,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 4,750 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ, കാസർഗോഡ് 4,300 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ 7,335 രൂപ, കോട്ടയം 7,250 രൂപ, ആലപ്പുഴ 6,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.2, 23. കൊച്ചി 30.3, 22. ആലപ്പുഴ 30.3, 22.4. പുനലൂർ 27.6, 22.6. തിരുവനന്തപുരം 30.4, 22.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.